കൂട്ടുകാരെ ഉണ്ടല്ലോ, ജഫറി ടിപ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പം എല്ലാവരുടെ നാട്ടിലും എങ്ങനെയാണ്, നല്ല മഴയൊക്കെയാണോ എന്നെല്ലാവരും കമൻ്റ് ഇട്ട് അറിയിക്കണം കേട്ടോ. നമുക്കിവിടെ മഴയാണ്, പക്ഷേ അങ്ങനെ ശക്തമായ മഴയൊന്നുമല്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മഴയോടനുബന്ധിച്ചിട്ട് നമ്മുടെ ചെടികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പരമാവധി നമ്മൾ സേഫായിട്ട് വെക്കാൻ പറ്റുന്ന ചെടികളെല്ലാം എടുത്ത് വെക്കണം കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് നമുക്ക് എന്താ പറയുക, എവിടെ വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്നുവെച്ചാൽ ചെടികൾ കുറേ ഉണ്ടല്ലോ, അപ്പോൾ ഇതിനെ എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടു വെക്കുമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് നമ്മുടെ 10 മണിച്ചെടിയൊക്കെ ഉണ്ടല്ലോ, നമുക്കതിനെ എന്തായാലും നമ്മുടെ ഈ മഴക്കാലത്ത് 10 മണിച്ചെടി ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഫുള്ളും നമ്മുടെ ചെടികൾ നശിച്ചു പോകും. അപ്പം ഞാനിന്ന് എന്താണ് നമ്മുടെ 10 മണിച്ചെടീനെ ചെയ്യാൻ പോകുന്നത് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഇനിയിപ്പം നല്ല മഴക്കാലമൊക്കെ ആണല്ലേ. അപ്പം നമ്മുടെ ഈ 10 മണിച്ചെടി ഉണ്ടല്ലോ, ഇനി നമ്മൾ ഇത് സേഫായിട്ട് വെച്ചില്ലെങ്കിൽ പുറത്തൊക്കെ ഇരുന്ന് മഴ നനഞ്ഞാൽ നമ്മുടെ ചെടികൾ ഫുള്ളും നമുക്ക് നാശമായി പോകും കേട്ടോ. ഇപ്പോൾ ഇതാ എൻ്റെ ചെടികൾ ഫുള്ള് ഇങ്ങനെ നമ്മളിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ വെറുതെ വെച്ചേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ നമ്മുടെ ചില ചെടികളൊക്കെ നമുക്ക് ഇതാ നശിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിനെയൊക്കെ നമുക്ക് വേറൊരു ഭാഗത്തേക്ക് നമുക്ക് സേഫായിട്ട് എടുത്ത് വെക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ പുതിയ പുതിയ കട്ടിങ്സ്, ഇങ്ങനെ കുറേ കട്ടിങ് ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറിയ കുഞ്ഞ് പോട്ടിലാക്കിയിട്ട് നമ്മൾ സേഫായിട്ട് നട്ട് പിടിപ്പിക്കുക. എന്നിട്ട് ബാക്കി നമ്മൾ ഇതിൻ്റെ ഈ ഒരു മദർ പ്ലാന്റിനെ ഉണ്ടല്ലോ നമുക്ക് സേഫായിട്ട് എടുത്ത് മാറ്റി വെക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പം എനിക്ക് എവിടെയാണ് ഒരു സൗകര്യപ്രദമായിട്ടൊരു സ്ഥലം, അപ്പോൾ അവിടെയാണ് നമ്മൾ ഒതുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട് പ്ലാന്റുകളെല്ലാം ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ തുടർച്ചയായിട്ട് മഴ കൊള്ളുമ്പം നമ്മുടെ പ്ലാന്റ് ഫുള്ളും നമുക്ക് നാശമായി പോകും. കണ്ടോ, ഇതൊക്കെ ഏകദേശം നാശാകാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ പ്ലാന്റിനെ നമ്മളിങ്ങനെ സേഫായിട്ട് എടുത്ത് വെക്കുന്നതിന് മുന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ചീഞ്ഞ തണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം ഇങ്ങനെ എടുത്ത് കളയണം കേട്ടോ. ഇതുകൊണ്ട് ഇതൊക്കെ ചീഞ്ഞു പോയി, ഇതൊക്കെ മഴ കൊണ്ട് ചീഞ്ഞു പോയതാണ്. അപ്പം ആദ്യം ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെറിയൊരു സോഫ്റ്റ് പ്രൂണിങ് കൊടുക്കണം കേട്ടോ. ഈ പൂക്കൾ വന്ന ഈ ഒരു തലയുണ്ടല്ലോ, ഈ മുട്ടൊക്കെ നിൽക്കുന്നത്, അത് മാത്രം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ നല്ല പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്ന് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് അനുവദിക്കില്ല. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, മഴയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ സേഫായിട്ട് വെക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ചെറിയൊരു സോഫ്റ്റ് പ്രൂണിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഓരോരുത്തർക്കും എങ്ങനെയാണോ സൗകര്യപ്രദമായിട്ടുള്ളത് അതുപോലെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പം എനിക്ക് സെറ്റ് ചെയ്യുന്ന രീതി വേറൊരു രീതിയാണ്, അത് കാണിച്ചത്. അപ്പോൾ നമ്മുടെ നേഴ്സറിൻ്റെ ഉള്ളിൽ സെയിലിനുള്ള കുറേ ചെടികളുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു ചെടീനുണ്ടല്ലോ, എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ വെക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇതൊക്കെ നമ്മൾ രണ്ടാമതൊന്ന് റീപോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചില ചെടികൾ തൂക്കുന്നത്. ചിലത് വലിയ ചട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് റീപോർട്ട് ചെയ്ത് ഒന്ന് ഇതുപോലെ ചെറിയൊരു പോട്ടിലേക്ക് മാറ്റിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ പിടിപ്പിക്കുന്ന സംഭവം നമ്മളിങ്ങനെ ഒത്തിരി ഷെയ്ഡിൽ വെക്കരുത്. അങ്ങനെ ഷെയ്ഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പിടിപ്പിക്കുന്ന ചെടിയൊന്നും നമുക്ക് നന്നായി കിട്ടില്ല. ചെറിയൊരു എന്താ പറയുക, ഒരു വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. മൊത്തം ഇങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെടി നടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയ പോട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ പോട്ടിലോട്ട് നമ്മൾ വെറുതെ, ഇനിയിപ്പോൾ ചാണകപ്പൊടി ഒന്നും ഇടണ്ട കേട്ടോ, വെറുതെ മണ്ണിൽ മാത്രം ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ ഇതിനെ നട്ടു കൊടുക്കുക. ഇതുപോലെ കുറേ കട്ടിങ്സ് എടുത്തിട്ട് നമ്മളിങ്ങനെ കുത്തി പിടിപ്പിച്ച് കൊടുക്കും, കുറേ പോട്ടിലാക്കി വെക്കുക. അങ്ങനെ നമ്മുടെ 10 മണിച്ചെടികളെ ഉണ്ടല്ലോ ഫുള്ളായിട്ട് ഇതാ നമ്മൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പൂക്കളും കാര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. പക്ഷേ നമ്മുടെ കൈവശമുള്ള ചെടികൾ നമുക്ക് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതുപോലെയൊക്കെ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ നമ്മൾ കുറേ അങ്ങ് വളരുവാണെങ്കിൽ ജസ്റ്റ് ഒരു പ്രൂണിങ് കൊടുക്കുക. പിന്നെ അത്യാവശ്യം നല്ല വളങ്ങൾ, ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്താണോ വളം, അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് എടുക്കുമ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും കേട്ടോ. പിന്നെ ബാക്കിയുള്ള ചെടികളെല്ലാം നമ്മൾ മഴ നനയാതെ ഇതാ ഇങ്ങനെ എടുത്ത് വെച്ചു കുറേ നമ്മൾ കട്ട് ചെയ്ത് കുത്തിപ്പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ പുതിയ ചെടി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പം മഴയൊന്നും നനയാതെ ഇതുപോലെ നമ്മൾ സേഫായി വെക്കുക. പിന്നെ ഇത് വളരുന്നതിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രൂണിങ് കൊടുക്കുക കേട്ടോ. എന്നുവെച്ചാൽ മഴക്കാലത്ത് പൂക്കൾ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രൂണിങ് കൊടുത്ത് നല്ല വളമൊക്കെ കൊടുത്ത് ഇങ്ങനെ അങ്ങ് നിർത്തിയാൽ മതി. അപ്പോൾ അടുത്ത സീസണൊക്കെ ആകുമ്പോഴേക്കും ഈ ചെടീനെ നമുക്ക് നട്ടുപിടിപ്പിച്ച് പുതിയ ചെടികളൊക്കെ ആക്കിയെടുക്കാവേ. ചെടികളെല്ലാം ഇതുപോലെ നമ്മളിങ്ങനെ മാറ്റി എവിടെയെങ്കിലുമൊക്കെ എല്ലാവരും സേഫായിട്ട് വെക്കണം കേട്ടോ.
പിന്നെ നമ്മൾ വെക്കുന്നത് നമ്മളിങ്ങനെ എന്താ പറയുക, എവിടെയെങ്കിലും വളരെ ഷെയ്ഡിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ കരുത്തില്ലാതെ ഇങ്ങനെ പൊന്തി അങ്ങ് പോകും. അപ്പോൾ ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മുടെ ചെടികൾ സേഫായിട്ട് വെക്കാനായിട്ട്. പിന്നെ സൗകര്യമുള്ളവർക്കാണെങ്കിൽ നല്ല നമ്മുടെ ആ ഒരു ഷീറ്റില്ല, വൈറ്റ് പോളിത്തീൻ ഷീറ്റ്, അത് ഇങ്ങനെ ജസ്റ്റ് എവിടെയെങ്കിലും ഒരു കെട്ടി മറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെടികൾ വെക്കുകയാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ഈ പ്രകാശം അടിക്കും. അപ്പോൾ അതുകൊണ്ട് ചെടികൾ അങ്ങനെ പെട്ടെന്ന് നാശാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം ഉണ്ടല്ലോ, പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് കാണുക എന്നല്ല. എന്ന് വെച്ചാൽ അതിപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ചെടികൾ നശിച്ചു പോകാതെ എല്ലായിടത്തും സേഫായിട്ട് എടുത്തു വെക്കുക. പിന്നെ നമുക്ക് പൂക്കൾ വിരിയുന്ന ഒരു ചെടിയുണ്ട്. ആ ചെടി എന്താണ്, അതിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 10 മണിച്ചെടിയുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി മഴക്കാലാണ്, അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഓരോ വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ. അപ്പം ഇതൊക്കെ നമ്മുടെ നഴ്സറിൻ്റെ ഉള്ളിലുള്ള ചെടികളാണ് കേട്ടോ. അപ്പം ആവശ്യമുള്ളവർക്ക് വാങ്ങാം. നല്ല അടിപൊളി ഡേയ്സി പ്ലാന്റ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റാണ് കേട്ടോ. അതുപോലെ ജമന്തി, ഇത് ഫുള്ളും ജമന്തിയാണ്. നല്ല മുട്ടോട് കൂടി നിൽക്കുന്നതാണ് കേട്ടോ, വിരിഞ്ഞിട്ടില്ല.